നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സച്ചി, നീ ഇന്ന് ഓഫീസിൽ പോകുന്നില്ലേ? പോകുന്നുണ്ട്. അർച്ചന എവിടെയും കണ്ടില്ലല്ലോ. ഇവിടെ ഇല്ലേ? അർച്ചന അവളുടെ വീട്ടിലാ. ഇന്നലെ ഞങ്ങൾ അവിടെ പോയിരുന്നു. പിന്നെ 2 ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. അത് നന്നായി. എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ എടുത്തി? അത് മറ്റൊന്നുമല്ല, അർച്ചനെ കുറിച്ചാ. അർച്ചനെ നിനക്ക് വിവാഹം കഴിപ്പിച്ചു തരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പരിശ്രമിച്ചതും ഞാനായിരുന്നു. അറിയാവുന്നവരെല്ലാം ഒന്നുകൂടെ ചിന്തിക്കുന്ന പറഞ്ഞപ്പോഴും ഞാൻ എന്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അത് പക്ഷേ ഇപ്പൊ ഒരു അബദ്ധമായെന്ന് എനിക്ക് സംശയമുണ്ട്. നിന്റെ ഇഷ്ടങ്ങളെ മാനിക്കാതെ ഞാൻ ഈ വിവാഹം നടത്തിയപ്പോ നിന്റെ മുന്നോട്ടുള്ള ജീവിതം കൂടി ഞാൻ ഓർക്കണമായിരുന്നു. എടുത്തിക്കെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ തോന്നുന്നു? ഞാനും അർച്ചനയും തമ്മില് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ലേ? പിന്നെന്തിനാ നിങ്ങൾ വിവാഹബന്ധം വേർപിരിയാൻ പോകുന്നേ? നിന്റെ അർച്ചനയുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. എല്ലാവർക്കും വിഷമാവെന്ന് കരുതിയാ നീ ഇതാരോടും പറയാതിരിക്കുന്നേ. പക്ഷേ നീ എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവും. ഇനി നീ മറ്റുള്ളവരെ നോക്കി നിന്റെ ജീവിതവും സമയം ഇല്ലാതാക്കണ്ട. അച്ഛനെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിച്ചോളാം. നീ അച്ഛനെ ഡിവോഴ്സ് ചെയ്തേക്ക്. ഒരു ബന്ധത്തിൽ ഒരു തവണ ഒരു വിള്ളൽ വീണാ പിന്നെ കൂടി യോജിച്ചു പോവാൻ വലിയ പാടാ സച്ചി. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നേ? നിനക്ക് വേണ്ടെങ്കിൽ തലയ്ക്ക് ചുറ്റി കളയണം. നിങ്ങൾ ഇരുവർക്കും ഇടയിൽ ഒരു ഭാര്യാഭർത്തൃ ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആവശ്യമില്ലാത്തൊരു ബന്ധം എന്തിനാ നിനക്ക്? ഇവിടെ നിന്റെ ഇഷ്ടത്തിനാ പ്രാധാന്യം. നിനക്ക് താല്പര്യമില്ലാത്ത ഒരാളുടെ ഒപ്പം ജീവിക്കാൻ ഞാൻ എന്തായാലും പറയില്ല. അങ്ങനെ ജീവിക്കുന്നത് ഒരു ജീവിതവുമല്ല. നമുക്ക് ആവശ്യമില്ലാത്തതിനെ എത്രയും വേഗം നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞു വിടുക. വേണമെങ്കിൽ ജീവിതാവസാനം വരെ അർച്ചനയ്ക്ക് നല്ലപോലെ കഴിയാനുള്ള കാശ് നമുക്ക് കൊടുക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.